അപ്പോൾ ഇന്നൊരു മോര് കാച്ചതാണ്. വെള്ളരിക്കയിട്ടാണ് ഞാൻ മോര് കാച്ചുന്നത്. വെള്ളരിക്കയും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. അത് വേവുന്ന സമയം കൊണ്ട് 1 കപ്പിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളിയും 4 ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുക്കാം. നല്ല പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കണം. വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി, അത് ഓപ്ഷണലാണ്. നല്ല കട്ടി തൈരും നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം ഇത് രണ്ടും കൂടി ഒരു വലിയ ജാറിൽ നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവയും പൊട്ടിച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നന്നായി മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത്, അരപ്പല്ല ഈ തൈരും കൂടി മിക്സ് ചെയ്ത് വെച്ചത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്കയും കൂടി ചേർത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുത്തത്. നല്ല തിളച്ചതാണെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.